മൈ ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി നമ്മളെല്ലാവരും തമ്മിൽ കണ്ടിട്ട്. ഞാൻ കുറേ നാളായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, കാരണം കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു. നമ്മളെ വീഡിയോ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്ന കാരണം എനിക്ക് പ്രോപ്പറായിട്ട് എവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യാനോ ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ആ കണക്ഷൻ നല്ലൊരു ഗ്യാപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പീരിയഡ് കെയർ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റിൻ്റെ ഒരു റിപ്ലൈ ആയിട്ടാണ് ആളെനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ ആയിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. സോ നമുക്ക് ആ കമൻറ്റ് ഒന്ന് നോക്കാം, എന്താണ് ആ കമൻറ്റ് എന്ന്. അപ്പോൾ ഞാനത് വായിക്കാം കേട്ടോ. ചേച്ചി, വൃത്തിക്കുറവാണോ പെയിൻ ആൻഡ് യൂറിൻ ഇൻഫെക്ഷന് കാരണം? ഒരു വീഡിയോ ചെയ്യാവോ? ഇതായിരുന്നു കമൻറ്റ് ഇട്ട ആൾ ലച്ചു അരുൺ എന്നായിരുന്നു പേര്. സോ ഇതായിരുന്നു നമുക്ക് വന്ന കമൻറ്റ്. അപ്പോൾ ആളെന്നെ മിക്കവാറുള്ള ദിവസം അത് ഫോളോ ചെയ്ത് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു, ചേച്ചി ചെയ്യാൻ മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണ്, ബേസിക്കലി ഞാനൊരു ഡോക്ടറൊന്നും അല്ല. ഞാൻ ഈ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ ബേസിൽ മാത്രം എടുക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഷെയർ ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഇൻഫോർമേഷൻ മാത്രമാണ് നമ്മളുടെ ഈ വീഡിയോസ്. സോ ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താ പീരിയഡ് സമയത്തെ വൃത്തിക്കുറവാണോ പെയിൻ ആൻഡ് യൂറിൻ ഇൻഫെക്ഷൻ ഉള്ള റീസൺ എന്നാണ് ചോദിച്ചേക്കുന്നത്. അഫ്കോഴ്സ് പീരിയഡ് ടൈമിൽ നമ്മുടെ വൃത്തിക്കുറവ് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പീരിയഡ്സ് ടൈമിൽ നമ്മുടെ പീരിയഡ് കെയർ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ സാനിറ്ററി പാഡ്സ് ആണെങ്കിലും മെൻസ്ട്രുവൽ കപ്പാണെങ്കിലും അത് കറക്റ്റ് ഇൻ്റർവെല്ലിൽ ചേഞ്ച് ചെയ്യാം എന്നുള്ള കാര്യം. സോ അതിവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം സാനിറ്ററി പാഡ്സ് ആണെങ്കിലും കറക്റ്റ് ഇൻ്റർവെല്ലിൽ അത് റിമൂവ് ചെയ്യുക എന്നുള്ളത്, ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അത് നമ്മൾ ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ പീരിയഡ്സ് ബ്ലഡ് അല്ലെങ്കിൽ ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. സോ അങ്ങനെ അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് അതേപോലെ രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പം സാനിറ്ററി പാഡാണെങ്കിലും മെൻസ്ട്രൽ കപ്പാണെങ്കിലും അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ഏരിയ ക്ലീൻ ചെയ്യണം എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞിട്ട് നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല, മൈൽഡായിട്ടുള്ള സോപ്പ് അവൈലബിൾ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് പാർട്സ് ക്ലീൻ ചെയ്യുന്ന നമുക്ക് ലോഷൻസ് അവൈലബിൾ ആണ്. അതെല്ലാം ഒന്നും അത്ര റെക്കമെൻഡഡ് ഒന്നും അല്ല. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഒരു വാം വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചൂടുള്ള ഒരു വെള്ളം, ഒത്തിരി തിളച്ച വെള്ളമൊന്നുമല്ല, ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത്. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും. സോ ഇതൊക്കെയാണ് കുറച്ച് ബേസിക്കായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. നമുക്ക് പീരിയഡ്സ് ടൈമിൽ നമ്മളെ കെയർ ചെയ്യാനോ നമുക്ക് ഇതേപോലത്തെ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് നോക്കാൻ പറ്റിയ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇത്. ആൻഡ് അതേപോലെ പിന്നെ എല്ലാവരും നമ്മൾ പറഞ്ഞ് കേൾക്കുന്നതും നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് യൂറിനറി ഇൻഫെക്ഷൻ വന്നത്, ഡീഹൈഡ്രേറ്റഡ് ആയതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നത്. സോ അതും ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ ബോഡിയിൽ കറക്റ്റായിട്ട് ഹൈഡ്രേറ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ അതും നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ഒരു റീസണാണ്. അതൊരു റീസൺ മാത്രമാണ്. ഈ പീരിയഡ്സ് ടൈമിൽ റിലേറ്റഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ കെയർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വെള്ളം കുടിക്കുക എന്നുള്ളത്. നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുക, ഓവറായാലും അത് നമുക്കറിയാമല്ലോ, എന്ത് കാര്യമാണെങ്കിലും അത് ഓവറായാലും പ്രശ്നമാണ്. സോ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മിനിമം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാം, മിനിമം. അത് നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ അത്രയും നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെയുള്ള യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. സോ ഇങ്ങനത്തെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ളൊരു കെയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാതെ നമുക്ക് പോകാൻ പറ്റും. പീരിയഡ്സ് സമയത്ത് ഇത്രയൊക്കെ കാര്യങ്ങൾ കെയർ ചെയ്താൽ മതി. ഈ ഒരു യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. ആൻഡ് അതേപോലെ ഞാൻ ആളിനോട് പറയാണ്, ഇത്രയും ലേറ്റ് ആയിപ്പോയതിന് ഞാനൊരു സോറി പറയാണ്. കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റായി പോയത്. അത് ഞാൻ സോറി പറയുന്നു. കാരണം എനിക്ക് റിക്വസ്റ്റഡ് ആണ് എനിക്ക് ഈ വീഡിയോ. കാരണം എന്നോട് റിക്വസ്റ്റ് ചെയ്തു ഇത് ഇടാവോ. ആൻഡ് അതേപോലെ തന്നെ ആൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ഈ കുറച്ച് കാര്യങ്ങളായാലും എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാലും അത് വെയിറ്റ് ചെയ്ത് നിന്നു. ആൻഡ് അതേപോലെ എനിക്ക് കഴിഞ്ഞ ദിവസവും അതിനുള്ള മെസ്സേജ്
മെസ്സേജ് ചേച്ചി മറക്കല്ലേ മറന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് റിപ്ലൈ ചെയ്യുന്നു. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ഇത്ര ലേറ്റ് ആയാലും എനിക്ക് നല്ല വിഷമമുണ്ട്. സോ അതിന് ഞാൻ സോറി പറയുന്നു. ഇത്രയും ദിവസം ആയതിന് കേട്ടോ, ഞാൻ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ഞാൻ സോറി പറയുന്നു. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ, കൂടുതലായിട്ട് ഉള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഇത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ഇതേപോലത്തെ ഇൻഫെക്ഷൻസും പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആൻഡ് അതേപോലത്തെ നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോസ് വരുന്നതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം. കുറച്ച് ദിവസത്തെ ഒരു ലാഗും കൂടെ വരും. അതിനുശേഷം നമ്മൾ വീഡിയോസ് പഴയ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോഴത്തേക്ക് സീ യു ദെൻ, ബൈ.